So hey guys, so once again welcome back to our brand new video. പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ തന്നെ ഒരു ലെറ്റർ വെച്ചിട്ട് ഒരു കൺസെപ്റ്റ് ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ എൻ്റെ ഒരു സിമ്പിൾ ട്യൂട്ടോറിയൽ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. സോ വീഡിയോയോട് മുൻപേ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്ന ബെൽ സിംബൽ മറക്കാതിരിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, സോ ഡയറക്റ്റ് വീഡിയോട്ട് പോകാം. So first of all നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് സെർച്ച് ബാറിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഏത് ലെറ്ററിലാണോ നിങ്ങൾക്ക് കൺസെപ്റ്റ് ലോഗോ വേണ്ടത്. സോ ആ ഒരു ലെറ്റർ ജസ്റ്റ് ഞാനിപ്പം എഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ലോഗോ ആണ് നോക്കുന്നത്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ലെറ്ററിൻ്റെ കൺസെപ്റ്റ് ലോഗോ ആണ് വേണ്ടത്. സോ അത് ഇതേപോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺസെപ്റ്റ് ലോഗോ ഇങ്ങനെ ഗൂഗിളിനകത്ത് കിട്ടും. സോ ഇതിനകത്തിൽ ഒരുപാട് കൺസെപ്റ്റ് ലോഗോ ഉണ്ട്. നിങ്ങൾക്ക് ഏതൊരു ലെറ്ററിൻ്റെ കൺസെപ്റ്റ് ലോഗോ കിട്ടും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. സോ ഓക്കെ, ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഒരുപാടുണ്ട്, താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാടെണ്ണം കിട്ടും. ഓക്കെ, സോ ഞാനിപ്പം ഈ ഒരു എഫിൻ്റെ കൺസെപ്റ്റ് ലോഗാണ് ഡിസൈനാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുക. ആൻഡ് അതിനുശേഷം ഡയറക്റ്റ് PSCC ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ PSCC ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഒരു ഇമേജ് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു സ്ക്രീനിൻ്റെ ഫുള്ളായിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ക്രീനിൻ്റെ ഫുള്ളായിട്ട് കൊടുക്കുകയാണ്. സോ ഇത് ജസ്റ്റ് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് സൂം ചെയ്യുക. ആൻഡ് അതിനുശേഷം പോളിഗൺ സെലക്ഷൻ ടൂൾ എടുക്കുക. സോ അതിനുശേഷം ഷോ പോയിൻ്റ് കൊടുക്കുക. ആൻഡ് അതിനുശേഷം ഈ ഒരു കൺസെപ്റ്റ് ലോഗോയുടെ കൺസെപ്റ്റ് ലോഗോയുടെ ഡിസൈൻ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പോളിഗൺ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്യുക. ഓക്കെ, സോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ലോഗോയുടെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ജസ്റ്റ് ഇതിന് വേറെ കളേഴ്സുകളെല്ലാം കൊടുക്കാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഇതേപോലെ ട്രേസ് ചെയ്യുക. ആൻഡ് അതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്യുക. ആൻഡ് അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് അടിക്കുക. ഓക്കെ, സോ എംടിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് അതിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് കൊടുക്കുക. ആൻഡ് കളർ നിങ്ങൾ എന്തോ ഒരു കളർ വേണം കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സെയിം കളർ തന്നെയാണ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറുകളെല്ലാം കൊടുത്ത് ഈ ഒരു കൺസെപ്റ്റ് ലോഗോയുടെ സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഫസ്റ്റ് ആ ഒരു പോർഷൻ നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം താഴത്തെ ആ ഒരു പോർഷനും ഇതേപോലെ തന്നെ ഷോ പോയിന്റുകളൊക്കെ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഈ ഒരു സ്കെച്ചിന് ഈ ഒരു ഡിസൈന് ജസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഷോ പോയിന്റുകളൊക്കെ ഹൈഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു ലെയർ നിങ്ങൾക്ക് ഇനി വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കളയുക ആ ഒരു സ്ക്രീൻഷോട്ട് ലെയർ. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ലോഗോ വേറെ തന്നെ ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കസ്റ്റമൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. സോ ഞാൻ ഡയറക്റ്റ് വേറൊരു രീതിക്കാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു വൈറ്റാണ് കൊടുക്കുന്നത്. ആൻഡ് അതിനുശേഷം നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് ലോഗോ ഒന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ചെയ്ത് ജസ്റ്റ് ആ ഒരു ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൻഡ് പിക്സലിനായിട്ട് എനേബിൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് കറക്റ്റായിട്ട് മിഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഡ്രോപ്പ് ഷാഡോ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു കൺസെപ്റ്റ് ലോഗോക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് ലോഗോക്ക് കുറച്ചും കൂടി ഭംഗിയാളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഡ്രോപ്പ് ഷാഡോ നിങ്ങൾക്ക് ഇത് കൊടുക്കാമെന്നാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം. സോ ജസ്റ്റ് എങ്ങനെ ജസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പം ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് സോ അത്രയും പെർസെൻറ്റിൽ സോ ആ ഒരു ഡ്രോപ്പ് ഷാഡോയുടെ ആ ഒരു ലെവൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ അത്രയാണ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് ലോഗോയുടെ പണിയെന്ന് പറയുമ്പോൾ സോ അടുത്തായിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സേവ് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് ഡൺ കൊടുക്കാൻ ജസ്റ്റ് സേവ് ടു ഗാലറി കൊടുക്കാൻ ജസ്റ്റ് GPG എന്ന ഫോർമാറ്റിൽ ജസ്റ്റ് സേവ് ചെയ്യും. ഓക്കെ, സോ അത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത് നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ അത്രയാണ് പറയാനായിട്ടുള്ള സോ അടുത്തൊരു കിടക്കാച്ച് വീണ്ടും കണ്ടുകൂട്ടാം. ബൈ ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ.